പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിങ്ങളുടെ ഇല്യാസാണേ. എനിക്ക് ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്നാൽ, പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും തുണികൾ, വസ്ത്രങ്ങൾ വാങ്ങുമല്ലോ. അപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ പലപ്പോഴും എടുക്കപ്പെടുന്നത് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളാണ് അല്ലേ, വലിയ വലിയ കടകളാണ്. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നോ, നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ ചെറിയ തുണിക്കടകൾ കാണും. അവിടെ ഒരു പക്ഷേ പൂർണ്ണമായ ഒരു സെലക്ഷൻ കാണത്തില്ല എങ്കിൽ തന്നെയും ചെറിയ രീതിയിലൊക്കെ വസ്ത്രങ്ങൾ അവർ വാങ്ങി വെക്കും. അപ്പം എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന കൊച്ചു കൊച്ചു കച്ചവടക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സെലക്ഷനായിട്ടുള്ള നല്ല കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങി വെക്കുക. അപ്പോൾ ഞാനിത് പറയുന്നത് വലിയ വലിയ കടകൾ വേണ്ട എന്നല്ല. വലിയ വലിയ കടകളിൽ വലിയ വലിയ ആളുകൾ, വലിയ വലിയ സാമ്പത്തികമായ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ പോയി തൽക്കാലം പർച്ചേസ് ചെയ്യട്ടെ. സാമ്പത്തികമായി ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരായ, ഇടത്തരക്കാരായ, താഴെത്തട്ടിലുള്ള ഒരുപാട് ആളുകൾ ഈ ഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ചെറിയ ചെറിയ കടകളിൽ പോയിട്ട്, തുണിക്കടകളിൽ പോയിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാൾ കൂടി നമുക്കെടുക്കാം. ഈ പെരുന്നാൾ കൂടി നമ്മൾ തൊട്ടടുത്ത പ്രദേശത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിനും ഒരു ഊർജം നമ്മൾ നൽകുകയാണ്. നമ്മുടെ പ്രദേശം വളരുകയാണ്. നമ്മളുടെ പ്രദേശത്തെ വളർച്ച നമുക്ക് മുഖ്യമാണ്. അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള കടകൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുക. അപ്പം അദ്ദേഹത്തിനും ഈ കടകൾ നടത്തുന്ന ആളുകൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും അല്ലേ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് വളരുവാനും അദ്ദേഹത്തിന് സാധ്യമാകും. നമ്മൾ തൊട്ടടുത്ത കടകളിൽ ചെന്നിട്ട് ഈ പ്രാവശ്യത്തെ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മാനസികമായൊരു സന്തോഷം ലഭിക്കുകയും തൊട്ടടുത്ത പ്രാവശ്യം അദ്ദേഹം ഒരുപാട് സെലക്ഷൻ, ഒരുപാട് വസ്ത്രങ്ങൾ അവിടെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നല്ലത് നോക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് വലിയ കടകളെ നമ്മൾ ഒഴിവാക്കുകയല്ല. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത ഉള്ള കടകളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെയും നമ്മുടെ സമൂഹത്തെയും വളർത്തിയെടുക്കുക എന്നുള്ളൊരു വലിയ ചിന്താഗതി നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, നമുക്ക് മറ്റുള്ളവരുടെ വേദന അറിയുവാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയുവാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ. നമ്മൾ ഇപ്പം 1000 രൂപയുണ്ട്, വലിയ കടകളിലേക്ക് ചെല്ലുന്നു, ഒരുപാട് സെലക്ഷൻ ഉണ്ട്, 400, 500, 600 രൂപയാകും. പക്ഷേ തൊട്ടടുത്ത് 300 രൂപയ്ക്ക് ഒരു പക്ഷേ കിട്ടിയേക്കാം. മനസ്സിലായി? അപ്പം നല്ല വസ്ത്രങ്ങൾ തന്നെ കിട്ടിയേക്കാം. അപ്പം നമ്മൾ തൊട്ടടുത്ത പ്രദേശത്തുള്ള കടകളിൽ പോയി കഴിവിൻ്റെ പരമാവധി പർച്ചേസ് ചെയ്യുകയും നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.